ഓണമായിട്ട് വീട്ടിലിരിക്കാതെ ക്രിക്കറ്റ് കാണാന്ന് വിചാരിച്ചു വന്നാണോ? എന്റെ മോന് ക്രിക്കറ്റിന്റെ ആശാന എന്റെ മരുമ ഉണ്ടായിരിക്കും. മരുമാനെ അത് ക്രിക്കറ്റ് കളിയെല്ലാം കഴിഞ്ഞതാണ്. ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഇപ്പൊ വയ്യ, പോകുന്നില്ല, സമയമില്ല. ഈ ബിൽഡിംഗ് ഒക്കെ ഫസ്റ്റ് എല്ലാം എടുത്തത് അദ്ദേഹമാണ്. വിനീത് വിനീത് രഞ്ജി കളിച്ചാണ്. ഇവിടുത്തെ ഫസ്റ്റ് 50 കിട്ടിയാണ്. ഇത് ഭാര്യയുടെ അമ്മയാണ്. അതെ അതെ, അമ്മ ഭാര്യ. അപ്പൊ അമ്മായിയമ്മയെ കൂട്ടി വന്നതാണ് അല്ലേ? ഭ്രാന്തന്മാരുടെ കൂടെ നമ്മളും വന്ന് കാണാൻ. കളി കുറച്ചേ കണ്ടുള്ളൂ, പക്ഷെ കൊള്ളാം. ഇത് കണ്ട് മനസ്സിലാക്കാനുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. കൊള്ളാം. പക്ഷെ ഞാനൊരു ടീച്ചർ, എന്റെ സ്കൂളിലൊക്കെ ഇത് മനസ്സിലാക്കി കൊടുക്കണേ ഒന്ന് കാണണം. പക്ഷെ എന്നെ കൊണ്ടുവന്നില്ല. ഇപ്പോഴാ കൊണ്ടുവന്നത്. കുറച്ച് വൈകിപ്പോയി. അപ്പൊ ഇനി അടുത്ത ഇത് സീസൺ മനസ്സിലാക്കണമെന്നുണ്ട്. എന്താ ഏതൊക്കെയാണെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഫൈനലിന് വരില്ലേ? എന്തോ ഫൈനലിന് വരില്ലേ? കൊണ്ടുവരണം. കുറച്ചൊന്ന് മനസ്സിലാക്കാനുണ്ട്. അമ്മയുടെ പേര് രാധാമണി. രാധാമണി. ഓക്കെ. സാർ എവിടുന്നാ? ഞങ്ങളുടെ കാര്യവട്ടം തന്നെ. കാര്യവട്ടം. എങ്ങനെയുണ്ട് കളി? കളി സൂപ്പറാണ്. കഴിഞ്ഞ വർഷവും കണ്ടിരുന്നു. ഏത് ടീമിനൊപ്പമായിരുന്നു ഇത്തവണ? ഇത്തവണ കൊച്ചി. കൊച്ചിക്കൊപ്പമാണ്. കഴിഞ്ഞ തവണയും കൊച്ചിക്കൊപ്പമായിരുന്നു. കഴിഞ്ഞ തവണ കൊച്ചിക്കൊപ്പമായിരുന്നു. കഴിഞ്ഞ തവണത്തെ സങ്കടക്കുറി മാറ്റാം. ഇപ്പൊ നമ്മള് ജയിക്കുമല്ലോ. എങ്ങനെയുണ്ട് മുഹമ്മദ് ആഷിഖ്? കൊള്ളാം. ചെറിയ പയ്യന്മാരില്ലേ, കളിച്ച് വരട്ടെ. ഇന്ത്യൻ ടീമിൽ കയറട്ടെ അവര്. അതാണ് നമ്മൾ ആഗ്രഹം. കേരളത്തിൽ നിന്ന് കുറെ നല്ല ചെറുപ്പക്കാരുണ്ട്. അവര് ഇന്ത്യൻ ടീമിൽ കയറണമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അവർക്കൊരു വലിയ പ്രതീക്ഷയാണ് അല്ലേ ഈ ഗ്രൗണ്ട്? അതെ അതെ. നമുക്ക് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് തന്നെ വലിയ കാര്യമാണ്. നമ്മൾ പണ്ടൊക്കെ ടിവിയിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ, സ്റ്റേഡിയത്തിന്റെ സെറ്റപ്പും. ഇപ്പൊ ഇവിടെ വന്ന് അന്താരാഷ്ട്ര സ്റ്റേഡിയം നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗംഭീര കളിയാണ്. ഗംഭീര കളിയാണ്. ഓക്കെ. ഇത് എവിടെ കുറെ കാര്യവട്ടം തന്നെയാണോ? കളി കാര്യമായിട്ടായിരുന്നല്ലോ, കണ്ടോ? കൊച്ചിയാ ജയിച്ചേ. നമ്മളെ ട്രിവാൻഡ്രം നേരത്തെ പോയല്ലോ. കൊല്ലം പൊട്ടിയില്ല, കൊല്ലം ഫൈനല്ല. ആരാ നിങ്ങളെ ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ അതില്? ആരാ പ്ലെയർ ആരാ? സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ഏഷ്യ കപ്പ് കളിക്കാൻ പോയി, അറിഞ്ഞിരുന്നല്ലേ? അപ്പൊ സങ്കടം ഉണ്ടാവേ? അവിടെ പോയി സെഞ്ചുറി അടിക്കട്ടെ അല്ലേ? ഒളിച്ചിട്ട് വരട്ടെ. നമ്മുടെ സഞ്ജു ഓക്കെ. നിങ്ങൾ എല്ലാരും ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ്. ആരാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? MS ധോണി, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ. അതാ ഇവിടെ ഒരാള് സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, MS ധോണി, സഞ്ജു സാംസൺ, MS ധോണി, സഞ്ജു സാംസൺ. സഞ്ജു സാംസനും MS ധോണിക്കും വലിയ ആരാധകരുള്ള സ്ഥലമാണ്. ഇവര് ഇവിടെ തന്നെയാണ് അല്ലേ? ഇവിടെ തന്നെയുള്ള ആളുകളാണ്. ഇത് എന്താണ് കളി കണ്ടല്ലേ? എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? നല്ല കളിയായിരുന്നു. ഏത് ടീമിനൊപ്പമായിരുന്നു മനസ്സ്? കൊച്ചി. ഞങ്ങള് എറണാകുളംകാരാണ്. ആണോ? എവിടെയാ? എറണാകുളം കളമശ്ശേരിയാണ്. അപ്പൊ നമ്മുടെ കൊച്ചിയിലെ പിള്ളേരങ്ങ് ജയിക്കണം. ജയിക്കണമെന്നാണ് ഇത്. എങ്ങനെയുണ്ട്? ആഷിഖ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് ഇന്ന് അടിച്ച് തകർത്തത്. നല്ല കളിയായിരുന്നു. സഞ്ജു തൽക്കാലം ഏഷ്യ കപ്പിന് പോയാലും നമുക്ക് പിള്ളേരുണ്ട്. സഞ്ജുവിന്റെ ചേട്ടൻ അനിയൻ ആരുണ്ടല്ലോ, ചേട്ടൻ സാലി, ക്യാപ്റ്റൻ. അപ്പൊ അടുത്ത ഫൈനലിൽ വരും ഇനി സപ്പോർട്ട് ചെയ്യാൻ. ഫൈനലിൽ നോക്കട്ടെ, ഓണമായിട്ട് ഓണാഘോഷമൊക്കെ എവിടെ എത്തി? ഓണാഘോഷമൊക്കെ നന്നായിട്ട് നടക്കുന്നു. സദ്യ കഴിച്ച് നേരെ കളി കാണാൻ വന്നാണോ? അതെ അതെ. ക്രിക്കറ്റ് പണ്ട് മുതലേ ഇഷ്ടമാണോ, അല്ലെങ്കിൽ കാണാൻ വേണ്ടി വന്നതാണോ? ഇങ്ങനെ ഇപ്പൊ കാണാൻ വേണ്ടി വന്നാണ്. അമ്മച്ചി ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഫീൽഡിലുള്ളതാണ്. ആണോ? എവിടെയാ? ഞാൻ ഫിസിക്കൽ ഡിവിഷനായിരുന്നു. ടീച്ചറെ. അപ്പം നോർത്ത് ഇന്ത്യയിലായിരുന്നു. നോർത്ത് ഇന്ത്യയിലാണ്. അപ്പം എങ്ങനെയുണ്ട് KCL? കുഴപ്പമില്ല. ഗുഡ് ടീം. ഇവിടെയാണോ? ട്രിവാൻഡ്രത്താണോ താമസിക്കുന്നത്? അല്ല, ഇപ്പൊ ട്രിവാൻഡ്രത്ത് വന്നതാണ്. ഓണം കഴിഞ്ഞ് നേരെ ആഘോഷിക്കാൻ വന്നതാണ്. എന്തായാലും ഗംഭീരമായിട്ടോ. നമ്മൾ ഒരുപാട് പുതിയ തലമുറയിലെ പുതിയ താരങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നതല്ലേ? ശരിയാണ്. നിങ്ങളെല്ലാം ക്രിക്കറ്റ് എല്ലാവരെയും കൊണ്ട് കളി കാണാൻ വന്നതാണ്. സഞ്ജു സാംസന്റെ ടീമാണ് ഇന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പം പുള്ളിയെ കാണാൻ പറ്റിയില്ല. പിന്നെ സാലിയെ കണ്ടു, സപ്പോർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ ടീമായിട്ട് ജയിച്ചു. അപ്പൊ നമ്മളെ ടീമാണ് അല്ലേ? സാലി ട്രിവാൻഡ്രംകാരനാണെങ്കിലും കൊച്ചിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് അല്ലേ?
ഞങ്ങള് ട്രിവാൻഡ്രമായിട്ടും കൊച്ചിയാണ് സപ്പോർട്ട് ചെയ്തത്. സഞ്ജു അതിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് പല തരത്തിലുള്ള പല എന്താ പറയാ കൊച്ചി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കോഴിക്കോട് ഫൈനലിലെത്താത്തതിന്റെ വിഷമമുള്ള ആളുകളുണ്ട്. കൊല്ലവും കൊച്ചിയും തമ്മിലുള്ള ഉഗ്രൻ പോരാട്ടം നടക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആകാംക്ഷ, ആവേശം ക്രിക്കറ്റ് ആരാധകരിലുമുണ്ട്. ഗ്രീൻഫീൽഡിൽ നിന്ന് ഷാനുവിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.